ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി ആകാശത്തു നിന്നും കിട്ടും. ഒന്ന് തെറ്റിയാൽ സർവ്വതും പിഴയ്ക്കും. വേഗം, ഉയരം, എന്തിന് ടൈം ട്രാവൽ വരെ ചെയ്തെന്ന് വരാം. യഥാർത്ഥ സമയമായിരിക്കില്ല നമ്മൾ കാണുക. വെറുതെ പറഞ്ഞതല്ല. ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രാജ്യാന്തര വ്യോമഗതാഗത സംഘടനയായ അയാട്ട തന്നെയാണ്. പറക്കുന്ന വിമാനത്തെ കറക്കുന്ന തരത്തിലുള്ള കുഴയ്ക്കുന്ന സിഗ്നലുകൾ നൽകി വലയ്ക്കുന്ന രീതിയാണിത്. കാര്യം പിടികിട്ടിയില്ലേ? വിമാനങ്ങളുടെ സഞ്ചാരം അവയ്ക്ക് ലഭിക്കുന്ന സിഗ്നലുകളെ കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്കറിയാം. ഓരോ സമയങ്ങളിലും പൈലറ്റുമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും സിഗ്നലുകളും ലഭിക്കും. നമുക്കറിയാം, ഈ സിഗ്നലുകളെ കൂടി കണക്കിലെടുത്താണ് വിമാനങ്ങൾ സഞ്ചരിക്കുക. വിമാനങ്ങൾ പറക്കുന്നത് എത്ര ഉയരത്തിലാണ് എന്നും ഒപ്പം വിമാനത്തിൻ്റെ വേഗത, സമയം ഇവയൊക്കെ പൈലറ്റുമാർ മനസ്സിലാക്കുക സിഗ്നലുകൾ വഴിയാണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS ഉപയോഗിക്കുന്ന വിമാനങ്ങൾ ഉപഗ്രഹങ്ങളിൽ നിന്നും സിഗ്നലുകൾ സ്വീകരിച്ചാണ് ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തുന്നത്. എന്നാൽ രാജ്യാന്തര സംഘർഷങ്ങൾ നടക്കുന്ന മേഖലകളിൽ വ്യാജ സിഗ്നലുകൾ അയക്കുന്ന രീതിയുണ്ട്. മിലിറ്ററി വിമാനങ്ങളെ വഴിതെറ്റിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിലും ഈ കെണിയിൽ പെട്ടുപോകുന്ന പാവം യാത്രാ വിമാനങ്ങളുമുണ്ട്. ലഭിക്കുന്ന സിഗ്നലുകൾ ഒന്ന് മാറിയാൽ അഥവാ തെറ്റായ സിഗ്നലുകൾ ലഭിച്ചാൽ വിമാനം സഞ്ചരിക്കുന്ന ഉയരം, വേഗത എല്ലാം അടിമുടി മാറും. എല്ലാം തെറ്റായിട്ടായിരിക്കും വിമാനം കണക്ക് കൂട്ടുക. ഇത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നിരിക്കുന്നത് വ്യാജ സിഗ്നലുകളാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പൈലറ്റുമാർക്ക് എളുപ്പം സാധിക്കില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ സമയം ഒരുപാട് വേണ്ടി വന്നേക്കാം. ഈ സമയം കൊണ്ട് പല അപകടങ്ങളും സംഭവിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിന് മുമ്പിൽ ഒരു പർവ്വതമുണ്ടെന്നുള്ള മുന്നറിയിപ്പ്, ഒരു തെറ്റായ മുന്നറിയിപ്പ് ലഭിക്കാം. ലൊക്കേഷൻ തെറ്റുമ്പോൾ വ്യോമഗതാഗതം വിലക്കിയ സംഘർഷ മേഖലകളിലേക്ക് വിമാനങ്ങൾ അറിയാതെ കയറാനും ഇടയുണ്ട്. അതുപോലെ ലൊക്കേഷനും ഉയരവും മറ്റും തെറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ തെറ്റായ അപകട മുന്നറിയിപ്പുകളും വിമാനങ്ങൾ നൽകാം. ഇങ്ങനെ തെറ്റായ റേഡിയോ സിഗ്നലുകൾ അയച്ച് വിമാനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതികൾ പൊതുവെ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് GPS സ്പൂഫിംഗ്, രണ്ടാമത്തേത് ജാമിംഗ്. GPS സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി സ്പൂഫിംഗ് എന്നും സിഗ്നലുകൾ പൂർണ്ണമായും വിലക്കുന്നതിനെ ജാമിംഗ് എന്നും വിളിക്കുന്നു. സ്പൂഫിംഗ് ആണ് ഇതിൽ കൂടുതൽ അപകടം നിറഞ്ഞത്. രാജ്യാന്തര വ്യോമഗതാഗത സംഘടനയുടെ കണക്കുകൾ പറയുന്നത് തെറ്റായ സിഗ്നലുകൾ നൽകി വിമാനങ്ങളെ കുഴയ്ക്കുന്ന പ്രവൃത്തികൾ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 3 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. 2021 ഓരോ 1000 വിമാനങ്ങളിലും 17.5 എണ്ണത്തിനാണ് GPS സിഗ്നൽ നഷ്ടമായത്. എന്നാൽ 2024 ഇത് 56.3 കൂടിയെന്നും അയാട്ടയുടെ സുരക്ഷാ വിഭാഗം അറിയിക്കുന്നു. ഇന്ത്യയിൽ മാത്രം 465 സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വ്യക്തമായി പറഞ്ഞാൽ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ജമ്മു, അമൃത്സർ മേഖലകളിൽ കഴിഞ്ഞ 1.25 വർഷത്തിനിടയിൽ, അതായത് 2023 നവംബർ തുടങ്ങി 2025 മാർച്ച് വരെ 465 GPS സ്പൂഫിംഗ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വിമാനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇത് സർക്കാർ പാർലമെന്റിൽ വെച്ച കണക്കാണ്. ഇനി ഇതിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ അതിർത്തി മേഖലയിൽ സ്പൂഫിംഗ് വൻതോതിൽ കൂടിയെന്നാണ് വിവരം. യുദ്ധം നടക്കുന്ന റഷ്യ, യുക്രൈൻ മേഖലകളിലും ഇത് രൂക്ഷമാണ്. 2024 ആകെ 4.06 കോടി വിമാന സർവീസുകളിൽ 46 അപകടങ്ങളാണ് ഉണ്ടായത്. അതിൽ തന്നെ 7 അപകടങ്ങൾ യാത്രക്കാരുടെ മരണകാരണമായി. 2024 തന്നെ ഓരോ 10 ലക്ഷം വിമാന സർവീസുകളിലും അപകട സാധ്യത 1.13 ആയിരുന്നു. ഇന്ത്യ അടങ്ങുന്ന ഏഷ്യ പസഫിക് മേഖലകളിൽ ഓരോ 10 ലക്ഷം സർവീസിലും അപകട സാധ്യത 1.04, ആഫ്രിക്കയിൽ അത് 10.59. നോക്കണേ, ആകാശത്തുൾപ്പെടെ എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ. എന്തായാലും ഇവയൊക്കെ ചൂണ്ടിക്കാട്ടി ഈ പ്രശ്നങ്ങളെ നേരിടാനുള്ള നാവിഗേഷൻ സാങ്കേതിക വിദ്യകൾ വേണമെന്നാവശ്യപ്പെട്ട് അയാട്ട മുന്നോട്ട് വന്നിരിക്കുകയാണ്.